ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. 2021 ഡിസംബർ 8 ഊട്ടിക്ക് സമീപം കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആരാണ്? ജനറൽ ബിപിൻ റാവത്ത്. 2021 ഡിസംബർ 8 തമിഴ്നാട്ടിലെ ഊട്ടിക്ക് സമീപം കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്താണ്. ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിലെ തലവൻ ആരാണ്? എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ്. ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിൻ്റെ തലവൻ എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. 2021 ഡിസംബറിൽ വിക്ഷേപണം ചെയ്ത ലോകത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും കരുത്തുറ്റ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ്. 2021 ഡിസംബറിൽ വിക്ഷേപണം ചെയ്ത ലോകത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും കരുത്തുറ്റ ബഹിരാകാശ ടെലിസ്കോപ്പ് ജെയിംസ് വെബാണ്. രാമാശ്രമം ട്രസ്റ്റിൻ്റെ ഉണ്ണീരിക്കുട്ടി പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? ഇന്ദ്രൻസ്. രാമാശ്രമം ട്രസ്റ്റിൻ്റെ ഉണ്ണീരിക്കുട്ടി പുരസ്കാരം 2021 ലഭിച്ചത് ഇന്ദ്രൻസിനാണ്. വോട്ടർ പട്ടികയിലെ പേരുകൾ ആധാർ നമ്പരുമായി ബന്ധിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയതെന്നാണ്? 2021 ഡിസംബർ 21. വോട്ടർ പട്ടികയിലെ പേരുകൾ ആധാർ നമ്പരുമായി ബന്ധിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ പാസാക്കിയത് 2021 ഡിസംബർ 21. പിന്നണി ഗായിക KS ചിത്രയ്ക്ക് പത്മഭൂഷൺ കിട്ടിയത് ഏത് വർഷമാണ്? 2021. പിന്നണി ഗായിക KS ചിത്രയ്ക്ക് പത്മഭൂഷൺ കിട്ടിയത് 2021. 2020 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? NR മാധവ മേനോനും M മുംതാസ് അലിയും. 2020 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ NR മാധവ മേനോനും M മുംതാസ് അലിയുമാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ 2022 വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ്? KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു. കേരള സംസ്ഥാന സർക്കാരിൻ്റെ 2022 വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവർ KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവരാണ്. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരാണ്? ഡേവിഡ് വാർണർ. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണറാണ്. 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ച സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞി. 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞിയാണ്. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2021 ഡിസംബറിൽ ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട MP ആരാണ്? മഹുമ മൊയ്ത്ര. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 2021 ഡിസംബറിൽ ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട MP മഹുമ മൊയ്ത്രയാണ്. 2023 ഒക്ടോബറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ സംസ്ഥാനം ഏതാണ്? സിക്കിം. 2023 ഒക്ടോബറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ സംസ്ഥാനം സിക്കിമാണ്. പത്മ പുരസ്കാര ജേതാക്കൾക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാനയാണ്. പത്മ പുരസ്കാര ജേതാക്കൾക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാനയാണ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന 18ാമത് വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇത് തമിഴ്നാട്ടിലെ ഏറ്റവും അടുത്ത് അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭൻ. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനയ്ക്കാണ് ടി പത്മനാഭന് കേരള ജ്യോതി പുരസ്കാരം 2023 ലഭിച്ചത്.
2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? എം ഫാത്തിമ ബീവിയും സൂര്യകൃഷ്ണമൂർത്തിയും. 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ എം ഫാത്തിമ ബീവിയും സൂര്യകൃഷ്ണമൂർത്തിയുമാണ്. 2023 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? പുനലൂർ സോമരാജൻ, ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവരാണ്. 2023 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? പുനലൂർ സോമരാജൻ, ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവരാണ്. 2023 ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ അധ്യാപകരെയും ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിട്ടത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. 2023 ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ അധ്യാപകരെയും ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിട്ടത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. ആമസോൺ നിക്ഷേപം നടത്തിയ കേരളത്തിലെ ആദ്യ സംരംഭം ഏതാണ്? ഫ്രഷ് ടു ഹോം. ആമസോൺ നിക്ഷേപം നടത്തിയ കേരളത്തിലെ ആദ്യ സംരംഭം ഫ്രഷ് ടു ഹോം എന്ന സംരംഭമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ക്ലാസിക് ഇമ്പീരിയൽ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ക്ലാസിക് ഇമ്പീരിയലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ക്ഷേത്രം ഏതാണ്? ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രം, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ ഇന്ത്യൻ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത ക്ഷേത്രം തൃശ്ശൂരിലെ ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രമാണ്. 2023 നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? ഇന്ത്യ. 2023 നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് KL രാഹുലാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ റെക്കോർഡ് KL രാഹുലിനാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി ആരാണ്? വി മധുസൂദനൻ നായർ. കൃതി അച്ഛൻ പിറന്ന വീട്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി വി മധുസൂദനൻ നായരാണ്. കൃതി അച്ഛൻ പിറന്ന വീട്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം മോദി മന്ത്രിസഭ അധികാരത്തിൽ വന്നതെന്നാണ്? 2019 മെയ് 30. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം മോദി മന്ത്രിസഭ അധികാരത്തിലേറിയത് 2019 മെയ് 30-നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നത് 2020 ഒക്ടോബർ 2-ന് കൊല്ലത്താണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നത് 2020 ഒക്ടോബർ 2 കൊല്ലത്താണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് ഷായാണ്. ഇദ്ദേഹം തന്നെയാണ് നിലവിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം ആരംഭിച്ചത് ആലപ്പുഴയിലാണ്. IPL ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. IPL ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി സഞ്ജു സാംസണാണ്. 11ാം കേരള ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? K മോഹൻദാസ്. 11ാം കേരള ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷൻ K മോഹൻദാസ് ആണ്. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കുമരകം. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം കുമരകമാണ്. 2020 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിൻ്റെ പേരെന്താണ്? സഫ TV. 2020 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിൻ്റെ പേര് സഫ TV എന്നാണ്. വയലാർ രാമവർമ്മയുടെ സ്മാരക മന്ദിരത്തിൻ്റെ പേരെന്താണ്? ചന്ദ്രകളഭം. വയലാർ രാമവർമ്മയുടെ സ്മാരക മന്ദിരത്തിൻ്റെ പേര് ചന്ദ്രകളഭം എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്. കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ്. ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ സർക്കാർ ജനറൽ ആശുപത്രി ഏതാണ്? കോട്ടയം ജനറൽ ആശുപത്രി. ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ സർക്കാർ ജനറൽ ആശുപത്രി കോട്ടയം ജനറൽ ആശുപത്രിയാണ്. 2020 ഖേൽരത്ന പുരസ്കാര ജേതാവ് മാരിയപ്പൻ തങ്കവേലു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈ ജമ്പ്. പാരാലിമ്പിക്സ് താരമാണ് മാരിയപ്പൻ തങ്കവേലു. ഇദ്ദേഹത്തിൻ്റെ ഇവൻ്റ്
ഹൈ ജമ്പാണ്. 2020 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം കോവിഡ്-19 ആണ്. 2020 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം കോവിഡ്-19 ആണ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ് ജനുവരി 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി 16 ആണ്. 2024 ജനുവരി 16 മഹാകവി കുമാരനാശാൻ്റെ എത്രാമത് ചരമവാർഷികമാണ് ആചരിക്കുന്നത്? 100ാമത് ചരമവാർഷികം. 1924 ജനുവരി 16 ആലപ്പുഴയിലെ പല്ലനയാറ്റിലുണ്ടായ ബോട്ട് അപകടത്തിലാണ് കുമാരനാശാൻ മരണമടഞ്ഞത്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ്. ഫൈനലിൽ ബാഴ്സലോണയെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റയൽ മാഡ്രിഡ് കിരീടം സ്വന്തമാക്കിയത്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ ആരാണ്? KJ ജോയ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്തനായ മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ KJ ജോയ് ആണ്. 2024 ജനുവരിയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും കേരളത്തിൻ്റെ മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ്? TH മുസ്തഫ. 2024 ജനുവരിയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും കേരളത്തിൻ്റെ മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി TH മുസ്തഫയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2020-ൽ 150 കളി കളിച്ച ആദ്യ താരം ആരാണ്? രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് 2020-ൽ 150 കളി കളിച്ച ആദ്യ താരം രോഹിത് ശർമ്മയാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ്? പ്രഭ ആത്രേ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പ്രഭ ആത്രയാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയാകുന്നത് തോന്നയ്ക്കലെ ലൈഫ് സയൻസ് പാർക്കിലാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ്. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരമാണ്. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരമാണ്. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന എലിക്കുളം പഞ്ചായത്തിലെ റോബോട്ടിൻ്റെ പേരെന്താണ്? എലീന. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന എലിക്കുളം പഞ്ചായത്തിലെ റോബോട്ടാണ് എലീന. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് RCCയിലാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലാണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് ആണ്. 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് ആണ്. 34ാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റാണ്. 34ാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.